ടേക്ക് ഹോളി കമ്മ്യൂണിയൻ, കർത്താവിൻ്റെ തിരുവത്താഴം കഴിക്കുക. ദൈവത്തിന് ചില കമാൻഡുകളുണ്ട്. ദേ ആർ ഓർഡർ ആൻഡ് എഡിക്റ്റ് ഫ്രം ദ ലിവിങ് ഗോഡ്. ദൈവം തരുന്ന കമാൻഡുകളെ അതുപോലെ അനുസരിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്. ദൈവം പുത്രനെ അയച്ചു തന്നിരിക്കുന്നത് പുത്രനും നമ്മൾ ഒന്നായിട്ട് ജീവിക്കാനാണ്. പുത്രനിൽ കൂടെയാണ് നമുക്ക് നിത്യമായ ജീവനെ ലഭിച്ചിരിക്കുന്നത്. കർത്താവ് ഭൂമിയിൽ വന്നത് അവൻ്റെ ജീവനെ നമുക്ക് തരാനാണ്. അതുകൊണ്ടാണ് ഈ തിരുവത്താഴം കഴിക്കുമ്പോൾ പ്രധാനം, അല്ലെങ്കിൽ കർത്തൃമേശ എടുക്കുന്നതെന്ന് മറ്റ് സഭക്കാർ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ബന്ധം പുനഃസ്ഥാപിക്കുക. ഒരു ഉടമ്പടിയുടെ ഓർമ്മ വീണ്ടും വീണ്ടും പുതുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു തന്നെ അത് പറഞ്ഞു തന്നു. ഞാൻ പുതിയ നിയമത്തിൻ്റെ ഉടമസ്ഥനാണ്. പഴയ നിയമം പിതാവാം ദൈവത്തിൻ്റെ കാലത്ത് പഴയ നിയമത്തിലുള്ള വ്യക്തികളെല്ലാം ഭൃത്യന്മാരാണ്, ദാസന്മാരാണ്. പുതിയ നിയമത്തിലുള്ള നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ഒരു പദവി തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും കിട്ടണമെങ്കിലും അതിൽ ക്രിസ്തുവിനെ സ്വീകരിക്കണം, അല്ലാതെ കിട്ടത്തില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ച മക്കൾക്ക് ദൂരെ നിന്നും പ്രവർത്തിക്കാം, അകത്തു നിന്നും പ്രവർത്തിക്കാം. അതല്ല, നിനക്ക് അത്രമാത്രം അടുപ്പമുണ്ടെങ്കിൽ യേശുവിൻ്റെ വലതുഭാഗത്ത് ഇരുന്ന് അവിടെ ഇരുന്നാൽ മതി, ഒന്നും ചെയ്തില്ലേ യേശുവിൻ്റെ അടുക്കൽ ഇരുന്നാൽ. ചില കമ്പനികളിൽ കണ്ടിട്ടുണ്ട്, വലിയ കമ്പനികളിൽ, സാധാരണ കമ്പനികളിൽ, വലിയ കമ്പനികൾക്ക് വലിയ സാലറി എല്ലാവർക്കും ഉണ്ട്. അതിൽ കൂടുതൽ ഒരാൾക്ക് അവർ തിങ്കിങ് അബൌട്ട് തിങ്കിങ്, അതായത് അവരിങ്ങനെ ചിന്തിക്കുക മാത്രം, ഒന്നും അവർ ചെയ്യൂല. കാലിങ്ങനെ മേശയുടെ പുറത്തോട്ട് ഇരുത്തിയിട്ട് അവിടെ അവരിങ്ങനെ ഇരിക്കുക. അവർക്ക് വേണ്ടതെല്ലാം കമ്പനി കൊടുക്കും. അവരുടെ ജോലി തിങ്ക് അബൌട്ട് തിങ്കിങ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പല ചിന്തകൾ അവരിങ്ങനെ പറയുന്നത് കമ്പനി അത് ഏറ്റെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരുടെ സാലറി വലിയ സാലറിയാണ്. അവരുടെ ജോലി ചുമ്മാതിരിക്കുകയാണ് സത്യത്തിൽ. പക്ഷെ നമ്മൾ തോന്നുന്നു ചുമ്മാ ഇരിക്കുകയാണ്, പക്ഷെ അവർ മനസ്സുകൊണ്ട് വർക്ക് ചെയ്താണ്. എന്നിട്ട് അവർ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അതൊരു വലിയ ഉന്നത പദവിയാണ് കമ്പനിയിൽ ഓയിൽ. പക്ഷേ അതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ ദൈവത്തോട് അധികമായ സ്നേഹമുള്ളപ്പോൾ സ്നേഹം കൂടിക്കൂടി വന്നാൽ കർത്താവിൻ്റെ അടുക്ക പോയി ചുമ്മാതിരിക്കാൻ തോന്നാറുണ്ട്. അങ്ങനെ എല്ലാ അഭിപ്രായങ്ങളും ചില സ്ത്രീകൾ ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന്. അതിന് നമ്മൾ ആരെങ്കിലും വിളിക്കുന്നവർക്ക് ഇഷ്ടമല്ല. ഫോൺ വിളിക്കുന്നവർ ചില സമയത്ത് ഫോൺ വിളിച്ചാൽ എടുക്കൂല. ബിക്കോസ് ഐ എം ജസ്റ്റ് സിറ്റിംഗ് ക്വയറ്റ്ലി ക്രിസ്തുവിൻ്റെ അടുക്കൽ. അതൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണേ. നമ്മൾ ഇരിക്കുന്നിടത്ത് എല്ലാം മാറ്റി വെച്ച് ഫോണും വേണ്ട, ഒന്നും വേണ്ട, കുറച്ച് നേരത്തേക്ക് ദൈവത്തെ മാത്രം മനസ്സുകൊണ്ട് ചിന്തിച്ച് അവിടെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക. എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിയിൽ നമ്മളങ്ങോട്ട് കൊണ്ടുവരും. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്, ചിന്തകൾ, വിചാരങ്ങളെല്ലാം അത് ദൈവവുമായിട്ടുള്ള പൂർണ്ണമായൊരു ബന്ധത്തെ ആഗ്രഹിക്കുകയാണ്. അത് എന്നും ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർ അവർ വരുമ്പോഴത്തേക്കും അടുക്കളയിൽ ഓടിച്ചോടന്ന് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, നേരത്തെ ഇത് ചെയ്ത് തീർക്കല്ലോ എന്ന്. അവർ വരുമ്പോൾ നമുക്ക് ആളുകളെ കണ്ടാലേ അനക്കം വരത്തുള്ളൂ. അദ്ദേഹത്തിന് അങ്ങനെയല്ല. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ നേരത്തെ എല്ലാം ചെയ്യും, അല്ലാതെ എനിക്ക് ജോലിക്കാരുണ്ട് ചെയ്യാം. പക്ഷേ കൂടെ ഇച്ചിരി നേരം ഇരിക്കാനാണ് അവരുടെ ആഗ്രഹം. അത് നമുക്ക് മനസ്സിലാക്കാൻ വർഷങ്ങളെടുത്തു. യേശുക്രിസ്തു അത് തന്നെയാണ് പറയുന്നത്, കം സിറ്റ് വിത്ത് മീ. എന്താണ് 2 കൊരിന്ത്യരല്ലേ കർത്താവ് പൗലോസ് പറയും, നിങ്ങളെ ക്രിസ്തുവിന് വേണ്ടി മണവാട്ടികളായിട്ട് വിവാഹ നിശ്ചയം ചെയ്തവരാണ്. ആണോ? അത് ആർക്കെങ്കിലും ബോധമുണ്ടോ? ഇത് വചനമാണ് പറയുന്നത്, ആത്മാവ് പറയുകയാണ്. 2 കൊരിന്ത്യർ 11 കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്നു നിന്നിട്ട് പറയുകയാണ്. 2 കൊരിന്ത്യർ 11 ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. പൗലോസിൻ്റെ ഓരോ വാക്കിനും വളരെ വളരെ ആഴമേറിയ അർത്ഥങ്ങളാണ്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വി ആർ ബിട്രോത്ഡ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവാകുന്ന മണവാളിന് വേണ്ടി. എന്നാൽ പിശാച് വന്ന് ചതി കൊണ്ട് നിങ്ങളെ ചതിക്കും, അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ ബാക്കിയാണ്, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, അടുത്ത് വന്നിരിക്കുമെന്ന്. വിൽ യു ഡൂ ദാറ്റ്? ഇരിക്കെ. കർത്താവ് എന്താ പറയുക? യോഹന്നാൻ്റെ 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ആമേൻ യേശു പറഞ്ഞു, ആമേൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല.
എൻ്റെ മാംസം തിനി എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്. എന്നാൽ പിന്നെ എന്താ നിത്യമായ കർത്താവിൻ്റെ അടുക്ക വന്ന് ഭക്ഷണം കഴിക്കാൻ ഇത്ര മടിയെന്താ? പഴയ കാലത്ത് ദാവീദിൻ്റെ കൊട്ടാരത്തിൽ, ശൗലിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര പേരാ ടേബിളിന് ചുറ്റും ഇരിക്കുന്ന അവർക്കറിയാം. അപ്പം ശൗല് ചോദിക്കുന്നുണ്ട്, ദാവീദ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഇരിക്കേണ്ട കസേരയിൽ അവനില്ല. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ കർത്തൃമേശ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ തിരുവത്താഴം എടുക്കുമ്പോൾ കർത്താവിൻ്റെ ചുറ്റും ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് ചോദിക്കുക. കർത്താവ് എൻ്റെ ശരീരം എൻ്റെ കൂടെ വന്ന് നിങ്ങളെ മേശയ്ക്ക് ഇരിക്കുവീൻ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതല്ലേ ഇതിൻ്റെ അർത്ഥം. എൻ്റെ മാംസം തിന്നെ എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും. ഇതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എന്നെ തന്നെ തന്നിരിക്കുന്നു. ആ ഓർമ്മ പുതുക്കി എന്നോട് അടുത്തിരിക്കുവീൻ. എൻ്റെ മാംസം തിന്നി എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അതിനാണ് ഇത് പറയുന്നത്. വേറെ ആരുടെ ഉപദേശം എടുക്കണ്ട. യേശുവിൻ്റെ വാഗുകൊണ്ട് പറയും, നിങ്ങൾ ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നതിന് എന്നേക്കും ജീവിക്കും. അതിന് മുമ്പിൽ പറയുന്നുണ്ട്, ഈ 6:47, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യമായ ജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നമുക്ക് നിത്യമായ ജീവൻ ക്രിസ്തുവിൽ തന്ന് കഴിഞ്ഞു എഴുതിയിട്ടത്. അത് യേശു ഉള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലായി, അല്ലാത്തവർക്ക് പറഞ്ഞാൽ ഈ സംശയബുദ്ധി കൊണ്ട് സ്വർഗത്തിൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് ആരും വിചാരിക്കല്ലേ. കാരണം വ്യക്തമായിട്ടും വചനം, ഞാനൊരു ലോയറാണ്, ഞാനിത് ഇന്ന് സ്വർഗത്തിൽ കേസ് എടുത്ത് ആർഗ്യൂ ചെയ്ത് ഞാൻ ഇത് തന്നെ അവിടെയും പറയത്തുള്ളൂ. വേറെ ഒരു വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല, ഇത് തന്നെ ഞാൻ സ്വർഗത്തിലും പറയത്തുള്ളൂ. കാരണം ഇത് വചനമാണ്, എഴുതി തന്നത് യേശു തന്നെ. ദൈവത്തിൻ്റെ ശബ്ദം അപ്പച്ചൻ്റെ വാഗുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഞാൻ പറയുന്ന വ്യക്തിക്കല്ല, കർത്താവ് പറഞ്ഞതിന് പ്രാധാന്യം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നിട്ട് മരിച്ചുപോയി. ഇതോ എന്നെ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പം ആകുന്നു ഞാൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവൻ്റെ അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നതിനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസം. ഇല്ലേ, കർത്താവ് ക്രൂശിന്മേൽ കയറുമ്പോൾ തന്നെത്താനെ നമുക്ക് തന്നില്ലേ. 39 അടി കൊണ്ടപ്പോൾ എൻ്റെ മാംസം മുഴുവൻ പറഞ്ഞു പോയത് എൻ്റെ രോഗത്തിനും എൻ്റെ ശാപത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ ബലഹീനതയ്ക്കും വേണ്ടി അല്ലേ അടി കൊണ്ടത്. ഇന്നും വീണ്ടും പലപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെ ദൈവത്തിനെ ഉപദ്രവിക്കും. ഹീസ് സ്റ്റിൽ ഗെറ്റിംഗ് ഹേർട്ട്. അതുപോലെ ജഡികമാറ്റത്തിലൊരു ക്രൂശ് മരണം ഇനി ആവശ്യമില്ല. ബട്ട് ഇറ്റ് ഹേർട്ട്സ് ഹിം ഇൻസൈഡ്. ഇല്ലേ, അപ്പനും അമ്മമാരെ സ്നേഹിക്കുന്ന മക്കൾ എല്ലാ ദിവസവും വിളിക്കുന്നവർ 4 ദിവസം വിളിക്കാതിരുന്ന അമ്മമാർക്ക് വേദന വരും. ഇല്ലേ, ഒരമ്മയുടെ മകൻ എത്രയോ വർഷങ്ങളായിട്ട് വിളിക്കാതിരിക്കുന്നു. അവനെ ഏത് പിശാച ഏത് ഗുദാമിലാണ് കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. നമ്മൾ പ്രാർത്ഥിക്കണം, അമ്മ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഏത് ശക്തിക്കാ അത്രമാത്രം കഴിവുള്ള ദൈവമേ, നീ എഴുന്നള്ളി വന്ന് ഗർജിക്കുന്ന സിംഹം പോലെ എഴുന്നള്ളി വന്ന് എനിക്ക് ഉത്തരം തരണമെന്ന് ദൃഢമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഞാൻ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ട് ഏറ്റു പറയും. കർത്താവിൻ്റെ തിരുവത്താഴം കഴിക്കുക എന്ന് പറയുന്നത് അവനോടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമ്മളൊരു മേശയ്ക്ക് ചുറ്റും, ഇപ്പം നമ്മൾ ഭാര്യ ഭർത്താക്കം മക്കളൊന്നിച്ചിരിക്കുമ്പോൾ അത് വിളമ്പാനൊരു ജോലിക്കാരനുണ്ട്. പിന്നെ നമ്മളവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ വർത്തമാനം പറയും. അങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പം കുടുംബമെല്ലാം ചിഹ്നമായിട്ടുണ്ട്. അപ്പോഴാണ് പല കാര്യങ്ങൾ ഐഡിയ വിളിച്ച് പറയുന്നത്. എനിക്ക് മെഡിസിന് പോകാൻ ആഗ്രഹമുണ്ട്, എനിക്ക് സ്പോർട്സിന് പോകാൻ ആഗ്രഹമുണ്ട്, അല്ല എനിക്ക് അമേരിക്ക, ഇങ്ങനെ പല കാര്യങ്ങളും ചുമ്മാ ഇങ്ങനെ ഈ നമ്മുടെ തോട്ട്സ് ഇങ്ങനെ ഇടും. അതിൽ നിന്നൊന്ന് പൊങ്ങി വരും. അങ്ങനെയാണ് ഓരോ കുടുംബങ്ങളും പൊങ്ങി വന്നത്. 12 മക്കളുള്ളവർ 12 ജോലികൾ വേറെ എടുക്കുന്നത്. കാരണം എന്താ, ഓരോരുത്തരുടെ കൃപ അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ച്. അതൊക്കെ ആ ടേബിളിന് ചുറ്റും ഇരിക്കുമ്പോഴാണ് അവർ വർത്തമാനം പറയുന്നത് പലപ്പോഴും. അതുപോലെ തന്നെയല്ലേ യേശുവിൻ്റെ അടുക്കലിരിക്കുമ്പോൾ. യേശു എന്തിനാ ആഗ്രഹിക്കുന്നത്? നമ്മൾ കാര്യം നേടാൻ വേണ്ടി യേശുവിൻ്റെ അടുക്ക പോകാനല്ല പറയുന്നത്. എപ്പോഴേലും യേശുവിനോട് ചോദിച്ചിട്ടുണ്ടോ സ്വർഗത്തിൽ എന്താ നടക്കുന്നതെന്ന്? അവിടെ എന്തുണ്ട്, എന്ത് വിശേഷം? അവിടെ പ്രൊസഷൻ ഉണ്ടായിരുന്നോ? പിതാവും പുത്രനും കൂടെ എന്താ ഇന്ന് സംസാരിച്ച് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്? ആർക്കും അറിയണം, ഇല്ലേ? മാറാൻ ഒത്തിരി ഇരിക്കുന്ന നമ്മൾ നിസ്വാർത്ഥമായ മനസ്സിനെ, ജഡീക ചിന്തകളെ മാറ്റി
ആത്മീയ പുരുഷനായിട്ട് മാറാൻ, ആത്മീയ സ്ത്രീയായിട്ട് മാറാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ സ്വന്തം മക്കളായിട്ട്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അരുമ സന്താനങ്ങളായിട്ട് നമ്മളെ അവൻ സ്നേഹിക്കുന്നുണ്ട്. എത്ര അടുത്തിരുന്നാലും ഒരിക്കലും മടുക്കത്തില്ല യേശുവിന്. കുറേ നേരം ആയാലും ഇരിക്കുന്നേ പോകുന്നത്, അങ്ങനെ യേശു ചോദിക്കൂല. അത് യേശു മാത്രമേ ഉള്ളൂ. അറിയും തോറും അടുക്കും തോറും അവൻ്റെ ഓരോ സ്വഭാവങ്ങളും, ക്യാരക്ടർ, ലെയർ ആഫ്റ്റർ ലെയർ പുസ്തക ചുരുൾ തുറന്നു വരുന്നത് പോലെ അവൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് പത്രോസിനോട്, ലാസ്റ്റിൽ പത്രോസിനോട് കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പത്രോസിനോട് യേശുക്രിസ്തു വന്ന് ചോദിക്കുന്നു, പത്രോസിന് യോഹന്നാൻ്റെ അവസാനത്തെ ഭാഗത്താണ് ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്, ആ സ്നേഹത്തിൻ്റെ, അതിൽ നിന്ന് പിന്നെ മാറ്റമില്ലെന്നേ. അതാണ് നമുക്കും ആവശ്യം. പത്രോസിനോട് ചോദിക്കുന്നു. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, അപ്പച്ചനറിയാന്നേ പേര്, അപ്പൻ്റെ പേരറിയാം, ആരാ ഞാൻ, ഏത് കുടുംബം എല്ലാം അറിയാം, ജോലി, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അത് ഇവയിൽ നിന്നല്ല, ഇവരിൽ, ഈ 12 ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന ഈ ചോദ്യം, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചതിന് അതിനവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവരെ വലിയ അടുപ്പമാണ് കേട്ടോ. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഉടനെ യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടിനെ നമ്മളെ നോക്കാനാണ് പറഞ്ഞത്, മേയ്ക്കുകയെന്ന് അവനോട്. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നോ? ഇതിപ്പം കമ്പാരിസൺ ഇല്ല, നീ എന്നെ സ്നേഹിക്കുമോ എന്ന് ചോദിച്ചു. അതിന്, കർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. പിന്നെ ഇതെല്ലാം ഈ കർത്തൃമേശ പോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പ്രാതൽ ഭക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അടുത്തത് അതിന് ശേഷം അതിന് കർത്താവ് എനിക്ക് എന്നാൽ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന്, എന്നാൽ എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിച്ചപ്പോൾ പത്രോസ് ദുഃഖിച്ച്, കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കുക. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ 3 പ്രാവശ്യം തിരിച്ചു പറയിപ്പിച്ച ദിവ്യ സ്നേഹം അവൻ്റെ പ്രാതൽ കഴിച്ച് ഒന്നിച്ചിരിക്കുമ്പോഴാണ് നടത്തിയത്. അത് തന്നെയാണ് ദൈവം നമ്മളോടും പറയുന്നത്. ദൈവശബ്ദം കേൾക്കാനിരിക്കണം, സമയമെടുത്ത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കാൻ എഴുന്നള്ളി. കർത്താവിൻ്റെ തിരുവത്താഴം കഴിയുന്നത്ര മടി കൂടാതെ എടുക്കണം. പ്ലീസ്, അത് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഞങ്ങളുടെയൊക്കെ ചർച്ചിലെ എല്ലാ ഞായറാഴ്ചയിലും മിക്കവരും വന്നെടുക്കുന്ന ഞാൻ കാണുന്നത്. ഇവിടുത്തെ അച്ഛൻ്റെ ഒരു പ്രത്യേക ഗുണമാണത്, സമ്മതിക്കണം. അങ്ങനെയുള്ള കൃപയുള്ള ഒരാളെയാണ് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിന് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നും വിലയേറിയതാണ്. ഹബ്സൻ്റെ തീന്മേശയിൽ അല്ലെങ്കിൽ കർത്തൃമേശയിൽ തിരുവത്താഴത്തിൽ ഒന്നിച്ചിരുന്ന് നിൻ്റെ കൂടെ സംസാരിക്കാനും അപ്പച്ചൻ്റെ ഭക്ഷണം തിന്നെ തന്നെയാണ് ഭക്ഷിക്കുന്നുള്ള ബോധം വരുമ്പം നിന്നിലാണ് ഞങ്ങളുടെ ജീവിതമെന്ന് മനസ്സിലാക്കാനും ഞങ്ങളെ മറന്നു പോകുന്നുണ്ട്. അത് ഞങ്ങളുടെ തലമുറകളിൽ ഒട്ടും ഇല്ലാതായിരിക്കുക. പരിശുദ്ധാത്മ ആകർഷിച്ചേ പറ്റും. ഞങ്ങളിവിടെ നിന്ന് അവരുടെ മേലേക്ക് വചനം അറിയുന്നു, വചനം അയക്കുന്നു. അവരുടെ മേലെ, മക്കളുടെ മേൽ, കൊച്ചുമക്കളുടെ മേൽ വചനം ചെന്ന് കൊള്ളണം. കണ്ടുപിടിച്ച് എവിടെയാണ് അവിടെ ഇരിക്കുന്നത് വെച്ചാൽ നീതിയുടെ വസ്ത്രം, സ്വർഗത്തിലെ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നീതിയുടെ വസ്ത്രം അവരെ ധരിപ്പിച്ചേ പറ്റൂ. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കാൻ തക്കവണ്ണം പുതിയ വിത്തുകൾ അവർ വീഴട്ടെ. പഴയതെല്ലാം, പഴയ ചാലിനകത്തു നിന്ന് വന്ന പന്ന വെള്ളമെല്ലാം അത് ഒഴുക്കി കളഞ്ഞിട്ട് പുതിയ ചാലിക്കൂടെ നല്ല വെള്ളം, സ്വർഗത്തിലെ അപ്പച്ചൻ്റെ നീതിയുടെ ജീവനുടെ വെള്ളം ഒഴുക്കി കൊടുക്കുന്നു. മരുഭൂമിയിൽ ഉദ്യാനമാക്കാൻ കഴിവുള്ള ദൈവം, അഴുക്ക് ചാലുകളെ വെട്ടി ശുദ്ധീകരിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ ആത്മാവിൽ പുതിയ ഹൃദയം നട്ടുകൊടുക്കുന്ന ദൈവം, ഉഴവുചാലുകളെ നനച്ച് കട്ടകളെ ഉടച്ച് ദൈവമേ അതിൽ നല്ല വിത്തിട്ട് മുളകളെ കിളിപ്പിക്കുന്ന ദൈവം, അവനെത്രയോ വിശ്വസ്തൻ. നീയാണ് ഞങ്ങളുടെ ജീവൻ, നീയാണ് ഞങ്ങളുടെ മാംസം, നമ്മുടെ രക്തം നിന്നിൽ നിന്നാണ്. ഞങ്ങളുടെ DNA മാറി, ഞങ്ങളുടെ പേര് മാറി, ഞങ്ങളുടെ സിറ്റിസൺഷിപ്പ് മാറിയിരിക്കുന്നു. ഞാൻ പറയുന്നത്, ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ അനുസരിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നട്ടുതരണം. അങ്ങനെ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.